എനിക്കിന്ന് യാദർച്ഛികമായിട്ടൊരു ഗസ്റ്റിനെ കിട്ടി, റെജി ലൂക്കോസ്. ഇദ്ദേഹം പാലക്കാരനാണ്. ഇപ്പോൾ ഒരു സിറിയൻ ക്രിസ്ത്യൻ ഫേസ് ആണ് ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്. ഇദ്ദേഹത്തിൻ്റെ പല ഒപ്പീനിയനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷേ യാദർച്ഛികമായിട്ടൊരു ചിറ്റ് ചാറ്റ് നടത്താൻ റെജിയോട് ഞാൻ ചോദിച്ചു, നമുക്ക് ഒന്ന് ഇരുത്താലോ? അദ്ദേഹം പറഞ്ഞു ഇരുന്ന് കളയാം. അപ്പം ഒരു അച്ചായൻ സ്വഭാവമുള്ള, മറ്റേ ജയശങ്കർ പറയുന്ന പോലെ റബ്ബർ പോലെ വലിയുന്ന സ്വഭാവം റെജിയിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഡിസ്കഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് പാലാച്ചായന. അപ്പം അദ്ദേഹത്തോട് കേരളത്തിൻ്റെ പൊളിറ്റിക്സും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി വളരെ സൈദ്ധാന്തികമായ രീതിയിലാണ് മറ്റേ കുമാരപിള്ള സാറ് പറയുന്ന പോലെയാണ് പറയുന്നത്. ഒരു ചിറ്റ് ചാറ്റ്, തമാശ രീതിയിൽ ഒരു ചിറ്റ് ചാറ്റ്. റെജി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. പിണറായി വിജയൻ അധികാരത്തിൽ വരുമോ? വീണ്ടും കേട്ടില്ല. പിണറായി വിജയൻ മൂന്നാമത് അധികാരത്തിൽ വരുമോ? ഇല്ല, വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏത് രീതിയിലാണ് പ്രതീക്ഷ? കേരളത്തിൽ ഒരു നല്ല ഓപ്പോസിഷൻ ഇല്ല. ഓപ്പോസിഷൻ ഇല്ലാത്ത തന്നെയാണോ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇത്രയും സീറ്റ് പോയത്? അതിന് മറുപടി ഉണ്ട് സാറേ. അതായത് നമ്മൾ യാദൃശ്യമായിട്ടാണ്. റെജിയോട് ഞാൻ നേരത്തെ പറഞ്ഞ് എന്നെ സാറെന്ന് വിളിക്കരുത്, എന്നെ മാറ്റിന്ന് വിളി. അല്ല, ഞാനങ്ങനെ ഡിസർവ് അല്ലാത്ത ഒരാളെ സാറെന്ന് വിളിക്കാറില്ല. പക്ഷെ അത് സാറത് ഇഗ്നോർ ചെയ്യും. എനിക്കൊരു കംഫോർട്ട് സോണിൽ ഇരുന്ന് സംസാരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ മാത്യൂസിനെ വിളിക്കും. മാത്യൂസിനോട് ഞാനൊരു കാര്യം പറയാം. അതിന് കാരണം എന്താ വെച്ചാൽ, കേരളത്തിൽ 2016 അന്ന് LDF അധികാരത്തിൽ വരുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ഞാനൊക്കെ ആക്റ്റീവായിട്ട് നിന്നൊരു കാലമാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ പ്രതീക്ഷിച്ചത് ഒരു LDF വരണം എന്നുള്ളതാണ്. എൻ്റെ വീക്ഷണത്തിലും ഞാൻ പ്രതിദാനം ചെയ്ത പാർട്ടിയുടെ വീക്ഷണത്തിലും ഞങ്ങൾ മനസ്സിലാക്കുന്നത്, കേരളത്തിലൊരു സുരക്ഷിതമായൊരു അന്തരീക്ഷം, ഒരു കമ്മ്യൂണൽ ക്ലാഷിലേക്ക് പോകാതെ ഒരു മതേതര ഭാവം നിലനിർത്തണമെങ്കിൽ ഇടതുപക്ഷം വരണമെന്നുള്ള ആഗ്രഹത്തിൽ അന്ന് കേരളത്തിലെ വലിയൊരു വിഭാഗം സപ്പോർട്ട് ചെയ്തു. പിന്നെ കൂടാതെ തന്നെ ആ 5 വർഷക്കാലം അതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ദുർഭരണങ്ങൾ, അത് അവരുടെ ആൾ തന്നെ പറഞ്ഞു, VD സതീശൻ തന്നെ പറഞ്ഞു, കടുംവെട്ട് മന്ത്രിസഭ. അപ്പോൾ അതിൽ നിന്നൊരു മുക്തി നേടാൻ വേണ്ടിയിട്ട് ഈ 2 ആസ്പെക്റ്റോടും കൂടി ഇടതുപക്ഷത്തെ ജയിപ്പിച്ചു. ഇടതുപക്ഷത്തെ ജയിപ്പിച്ചതിന് ശേഷം പിന്നെ ഈ പാർട്ടിയും ഈ സർക്കാരും നേരിട്ടത് സ്ട്രഗിളിംഗ് ആയിരുന്നു. 2018 പ്രളയം, അത് റിപ്പീറ്റ് ചെയ്തു ചെറിയ രീതിയിലാണെങ്കിൽ 2019. പിന്നെ വന്നത് കോവിഡാണ്. സാറിനറിയാമല്ലോ, കോവിഡുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ്. ഞാൻ കോവിഡിൻ്റെ സമയത്ത് ഓസ്ട്രേലിയയിലായിരുന്നു ആ തുടക്കത്തിൽ. പിന്നെ തിരിച്ചു വന്നു. ആ വന്നപ്പോൾ നമ്മൾ കാണുന്ന കേരളമെന്ന് പറയുന്നത് ലോകത്തിലെ മറ്റു പ്രദേശങ്ങളെക്കാളും രാജ്യങ്ങളെക്കാളും എൻ്റെ ഡിഫറൻ്റ് ആയ ഒരു സുരക്ഷിതത്വം കേരളത്തിലുണ്ടായിരുന്നു. അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. അപ്പോൾ റെജി എന്ന് പറയുന്നയാൾ അമേരിക്കൻ ബേസ്ഡ് മലയാളിയായ ഒരു പ്രവാസി, അതായത് ക്യാപിറ്റലിസ്റ്റ് രാജ്യത്ത് പോയി ജോലി ചെയ്ത് തിരിച്ച് പാലായിൽ വന്ന് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ നിങ്ങൾ പാർട്ടി മെമ്പറാണ്? പാർട്ടി മെമ്പറാണ്. അപ്പോൾ ഈ പാർട്ടി അനുഭാവിയല്ല, പാർട്ടി മെമ്പറാണ്. പാർട്ടി മെമ്പറാണ്. ഓക്കെ. അപ്പം അങ്ങനെ കഴിയുന്ന ഒരാളോട് ഞാനൊരു ചോദ്യം, ഈ കമ്മ്യൂണിസത്തിന് ഭാവിയുണ്ടോ? അത് യെസ് ഓർ നോ, അത് കഴിഞ്ഞ് ബാക്കി പറഞ്ഞു. സ്വാഭാവികമായിട്ട് യെസ്. ഇനി എവിടൊക്കെയാണെന്ന് പറയാം. അത് കമ്മ്യൂണിസത്തിന്റെ ഭാവി എന്ന് പറയുന്നത്, ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മാത്യു സാറ് എന്നെക്കാളും അന്താരാഷ്ട്ര കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ളത് എനിക്കറിയാം. താങ്കളുടെ പല ആശയങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്, വളരെ തുറന്നു പറയാം. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു പരിധി വരെ കൊണ്ടുവന്ന പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഞാൻ ക്യൂബയിലേക്കൊന്നും പോകുന്നില്ല. അല്ല, ക്യൂബയിലും പോകണം. അല്ല, ക്യൂബയിലേക്കും പോകാണെങ്കിൽ ഞാൻ ക്യൂബയിൽ പോയിട്ടില്ല സാർ. ഞാൻ ക്യൂബ അങ്ങനെ ഭാഗ്യം എനിക്ക് നമുക്ക് കൊളംബിയയിൽ പോകണം. കൊളംബിയ പോകാം, നമുക്ക് ക്യൂബയിൽ പോകണം. തീർച്ചയായിട്ടും. അപ്പം ഇവിടൊക്കെ ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഭയങ്കര മാറ്റം ഉണ്ടാക്കി. ഇതാണോ റെജി പറയുന്നത്? അല്ലെ, അങ്ങനെയല്ല. ഞാനൊരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലല്ല ഞാൻ സംസാരിക്കുന്നത്. എന്ത് ബാക്ക്ഗ്രൗണ്ടിലാണ് മാറ്റം ഉണ്ടാക്കി? ഹ്യൂമാനിറ്റിയുടെ പേരിൽ. എന്ത് ഹ്യൂമാനിറ്റി അവിടെ ഉള്ളത്? മനുഷ്യന് അടിച്ചമർത്തപ്പെട്ട ജനത, അതുപോലെ തന്നെ ഡ്രഗ്സ് മാഫിയയുടെ, അത് ഇന്നും ഉണ്ട്, ഇല്ലെന്ന് നിഷേധിക്കുന്നില്ല, പ്രത്യേകിച്ച് കൊളംബിയ ആൻഡ് അർജന്റീന. പക്ഷെ ആ നാടുകളിൽ മനുഷ്യൻ നെഞ്ചു നിർത്തി. എന്ത് നെഞ്ചു നിവൃത്തി? എന്താണ് അതിന്റെ പറഞ്ഞത്? എനിക്ക് എന്നെ സ്റ്റഡി. തീർച്ചയായിട്ടും എന്റെ വീക്ഷണത്തിൽ ഞാൻ പറഞ്ഞത് ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഒരു സുരക്ഷാബോധം, അതായത് എന്ത് സുരക്ഷാ? സാമ്പത്തിക സുരക്ഷാബോധമാണോ? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ലൈഫാണോ? ആ സോഷ്യൽ ലൈഫിൽ ആഹാരമില്ലാത്തത് എന്ത് സോഷ്യൽ ലൈഫാണ്? എന്നെ പഠിപ്പിക്കില്ല. സാർ എവിടെയാണ് ഈ ആഹാര ലൈഫിനെ കുറിച്ച്? അവിടുത്തെ പട്ടിണി എനിക്കറിയാവുന്ന. ഞാൻ വളരെ റെസ്പെക്റ്റോട് പറയാം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഒരു 10-12 ഞാൻ യാത്ര ചെയ്തിട്ടുള്ള. ഓക്കെ. മറ്റൊന്നുകൊണ്ടല്ല, എനിക്ക് അമേരിക്ക ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം സംഭവിച്ചോട്ടെ, അല്ലാണ്ട് ഞാൻ പർപ്പസായിട്ട് പോയത്. അതെ. അപ്പൊ താങ്കൾ പറയുന്നത് ക്യൂബയിലും വെനസ്വേലയിലും കൊളംബിയയിലും ഇവിടുന്ന് പട്ടിണിയില്ല?
പട്ടിണി എല്ലായിടത്തും ഉണ്ട് സാറേ. അതിന്റെ വേരിയേഷൻ എന്റെ സ്പെസിഫിക് ചോദ്യമാണ്. അവിടെ പട്ടിണി മരണമില്ല, പട്ടിണിയില്ല, ജനങ്ങൾ വളരെ സംതൃപ്തരാണ്, അവർക്ക് അവിടെ ജോലിയുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. ഐ എം റൈറ്റ് ഓർ റോങ്? അല്ല, 100% റൈറ്റ് അല്ല. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ഞാനൊന്ന് ലെറ്റ് മീ കംപ്ലീറ്റ് മൈ വേർഡ്സ് പ്ലീസ്. അതായത് ഏറ്റവും വലിയ ഉദാഹരണം വെനസ്വേലയാണ്. വെനസ്വേല എന്ന് പറയുന്ന സാറിനല്ലോ, ഈ ഷാവേസ് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ വെനസ്വേല യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ പോയിട്ടുണ്ട്. സാർ പോയിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് അറിയാൻ പറയേണ്ട കാര്യമില്ല. വെനസ്വേലയിൽ പോയിട്ടുണ്ടെങ്കിൽ വെനസ്വേലയുടെ ഹിസ്റ്ററി പഠിച്ചിട്ട് നമ്മളൊരു രാജ്യത്തില്ല, വല്ലാണ്ട് ഇപ്പൊ കാണുന്ന വെച്ചിട്ട് ഒരു രാജ്യത്തെ നമുക്ക് ഒരിക്കലും വീക്ഷിക്കാൻ പറ്റത്തില്ല. ചരിത്രബോധമില്ലാതെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. വെനസ്വേല പോയി കഴിഞ്ഞാൽ നമ്മൾ കൺമുമ്പിൽ നമ്മൾ കേട്ടിരിക്കുന്ന വെനസ്വേലയും അവിടെ ഷാവേസ് വന്നതിന് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ ഇന്ധനം കുഴിച്ചെടുക്കുന്ന രാജ്യമാണ് സാർ അറിയാമല്ലോ. US എന്ന് പറയുന്ന മൾട്ടിനാഷണൽ അലമീൻ സാമ്രാജ്യത്തെ ശക്തി, ഞാൻ സാമ്രാജ്യ ശക്തി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന ആളാണ്. കാരണം എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല. പക്ഷെ US എന്ന് പറയുന്ന ഒരു ജയന്റ്, ഒരു ബിഗ് ഷോട്ട് കമ്പനി രാജ്യം വെനസ്വേലയുടെ പോലെയുള്ള എസ്പെഷ്യലി വെനസ്വേലയെ ചൂഷണം ചെയ്യുമായിരുന്നു. ഇവരുടെ ഇന്ധനങ്ങൾക്ക് ബാൻ ചെയ്തു. അങ്ങനെ പല പല അല്ല ഞാൻ സമൂഹത്തിക്കട്ടെ സാറിനോട് എനിക്കൊരു വാചോടെ പറയാനുള്ളൂ. പക്ഷെ അവിടെ ഫീഗേഴ്സ് അവേഴ്സ് വന്നതിന് ശേഷം അവിടുത്തെ ജനങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഒരു സമത്വഭാവം, അയാൾ അതിലൂടെ നേടിയെടുത്ത കാര്യങ്ങൾ. അമേരിക്ക ഇന്റർവ്യൂ ചെയ്യാം. എവിടെയാണ് അമേരിക്ക വെനസ്വേലയിലെ അവരുടെ ഈ മിനറൽസ് എവിടെയാണ് ചൂഷണം ചെയ്തത്? എന്നെ ഒന്ന് പഠിപ്പിച്ചു. അല്ല സാറേ, ചൂഷണം ചെയ്തല്ലേ ഞാൻ പറഞ്ഞേ, ബാൻ ചെയ്തു. ഇവരുടെ സാങ്ഷൻ ബാൻ. എന്തിനാണ് സാങ്ഷൻ കൊണ്ടുവന്നത്? അതിപ്പോ അമേരിക്കയുടെ ഫിലോസഫി അതാണല്ലോ. എന്തിനാണ് സാങ്ഷൻ കൊണ്ടുവന്നത് അതുകൂടെ പറയാം. അല്ല, സാങ്ഷൻ കൊണ്ടുവരാൻ കാരണം ഒരു പക്ഷേ ഈ പറയുന്ന കമ്മ്യൂണിസത്തിന്റെ വേരോട്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതാണോ അതോ ജനാധിപത്യമായിട്ട് എലക്റ്റഡ് ആയ ഗവൺമെന്റിനെ അവർ അധികാരത്തിലാണ്, ഡിക്റ്റേറ്റർഷിപ്പ് അതിന്റെ പേരിലാണ്? അല്ലെ എന്നെ പഠിപ്പിക്കും, എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞല്ലോ വെനസ്വേല ഒരു ഡിക്റ്റേറ്റർഷിപ്പിൽ അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യമാണ്. എഗ്രി. നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്തിനാണ് അവിടെ സാങ്ഷൻ ഇമ്പോസ് ചെയ്തത്? അത് കാരണം കമ്മ്യൂണിസ്റ്റ് ആശയം സ്പ്രെഡ് ചെയ്യുന്നത് ഒരിക്കലും അമേരിക്ക അംഗീകരിക്കാൻ പറ്റില്ല. അത് അവരുടെ നേച്ചർ. അതല്ലാതെ ജനാധിപത്യത്തിൽ എലക്ട് ചെയ്ത സംഭവത്തിന്റെ പേരിലല്ല. അല്ല, ജനാധിപത്യം ഞാൻ പറഞ്ഞു, ഞാൻ സാറോട് ഒന്നുകൂടെ പറയാം. ഞാനൊരു അമേരിക്കൻ വിരോധിയല്ല, ഞാൻ അമേരിക്ക ജീവിച്ചിട്ടുള്ള അമേരിക്കയിലെ സ്വാതന്ത്ര്യം, ഇൻഡിവിജ്വാലിറ്റിക്ക് കൊടുക്കുന്ന പ്രാധാന്യങ്ങളൊക്കെ നേരിട്ട് അതിലുള്ള ഞാൻ എൻ്റെ ചർച്ചകളിൽ പോലും ഞാനത് പ്രകടിപ്പിക്കാറുള്ള ഒരാളാണ്. അമേരിക്കയോടുള്ള വിരോധം എന്ന് പറയുന്നത് അതിന്റെ കാലം പോയി. സാറേ, നമ്മൾ വെനസ്വേലയിലോട്ട് നിൽക്കുക, നമുക്ക് അമേരിക്ക പോവാം. നമ്മൾ ആ ടോപ്പിക്കിൽ നമുക്ക് ഈ ടോപ്പിക്ക് മാറി മാപ്പ് ചെയ്ത് അങ്ങ് പോവുക. സോ ലെറ്റ് ഇറ്റ് ബി ഇൻ വെനസ്വേല. അപ്പൊ വെനസ്വേല എന്ന് പറയുന്ന റജി പറഞ്ഞ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള രാജ്യമാണ്. രണ്ടാം സ്ഥാനം. കാരണം ഇന്ന് വരെ ആ പ്രോപ്പറായിട്ട് അവർക്ക് യൂസ് ചെയ്യാനോ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ കാരണം റജി പറയുന്നത് അവിടെ അമേരിക്ക സാങ്ഷൻ ഇമ്പോസ് ചെയ്തു. അതിന്റെ റീസൺ പറയുന്ന കമ്മ്യൂണിസം. മേ ബി അവരുടെ എന്താ പറയുക ഒരു കൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞത് ദാറ്റ് ഈസ് ട്രൂ. ഓക്കെ, ഞാൻ പറയുന്നു എൻ്റെ അറിവിൽ വെച്ചും ഞാൻ വായിച്ച് മനസ്സിലായത് അവിടെ ആൾക്കാരോട് സംസാരിച്ച് മനസ്സിലായത് എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ്, എലക്റ്റഡ് ആയിട്ട് പൊളിറ്റീഷ്യൻസിനെ അംഗീകരിക്കാൻ അവിടെ നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന്റെ പേരിലാണ് അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തിയത്. സാറിനോട് ഒരു തിരുത്തുണ്ട്. ഫീഗേഴ്സ് ഷാവേസ് അധികാരത്തിൽ വരുന്നത് എലക്റ്റഡ് തെരഞ്ഞെടുപ്പിലൂടെയാണ്. അതിനുശേഷമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് സാങ്ഷൻ കൂടുതലായിട്ട് ഇമ്പോസ് ചെയ്ത്. ഇതാണ് ഞാൻ പഠിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ സംഭവം. അപ്പൊ നേരെ തിരിച്ചു പറയുന്നത് അമേരിക്ക അവിടെ സാങ്ഷൻ ചെയ്ത കമ്മ്യൂണിസത്തിന്റെ പേരിലാണ്. അപ്പം എന്തിനാണ് ഈ മറ്റുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ പറ്റി റജി പറഞ്ഞു കമ്മ്യൂണിസം വളരുന്നു? ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അല്ല, കമ്മ്യൂണിസം അധികാരത്തിലേക്ക് എത്തുന്നത് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ അർജന്റീന സാർ ഉദാഹരണം, അത് ഇപ്പോഴത്തെ കറണ്ട് ഗവൺമെന്റ് പഴയ ഗവൺമെന്റ് ആണോ? അല്ല, ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണോ പഴയ ഗവൺമെന്റ്? പഴയ ഗവൺമെന്റ് ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ ഗവൺമെന്റ് എന്തുവാ? ഇപ്പോഴത്തെ ഗവൺമെന്റ് ആന്റി കമ്മ്യൂണിസ്റ്റ് ആണ്. ക്യാപിറ്റലിസ്റ്റ് ആണോ? ഹൈലി ക്യാപിറ്റലിസ്റ്റ് ആണ് 100%. കാരണം മുഴുവൻ ആ രീതിയിലാണ് എക്കോണമി പോകുന്നത്. ജാസിയർ മിലി എന്ന് പറയുന്നയാൾ. പഴയ ഗവൺമെന്റ് എങ്ങനെയാണ് അർജന്റീന എക്കോണമി കൊണ്ടുപോയത് റജിക്കറിയും? അല്ല, അതെങ്ങനെയാണെങ്കിൽ നമ്മൾ കാട് കയറേണ്ട വരും. സോവിയറ്റ് യൂണിയൻ പോലെ ഇങ്ങോട്ട് വരും. പറയാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ ഒറ്റ കാര്യം പറയാം. കമ്മ്യൂണിസം ബേസ് ചെയ്യുന്നത് മാത്യു സാമുൽ സാർ അറിയാമല്ലോ എന്നെക്കാളും. കമ്മ്യൂണിസം ബേസ് ചെയ്യുന്നത് സമത്വത്തിലാണ്. നമ്മൾ പാസ്റ്റിലോട്ട് പോകും. നമ്മൾ കറണ്ട് സിനാരിയോ ഞാൻ പറയുന്നത് കമ്മ്യൂണിസം ബേസ് ചെയ്യുന്നത് സമത്വത്തിലാണ്. ആ സമത്വം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വേരിയേഷൻ ഉണ്ടാവും. അതിൻ്റെതായ പ്രശ്നങ്ങൾ ഈ നാട്ടിൽ പോലും ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പം ഇപ്പോഴത് കഴിഞ്ഞ് ജാസിയർ മിലി എന്ന് പറയുന്ന ആളാണ് വന്നത്. അത് സ്വന്തമായിട്ട് ഞാൻ ജൂയിഷാണ്, ഞാൻ ക്യാപിറ്റലിസ്റ്റ് ആണ്, ഞാൻ ട്രംപിന്റെ ആരാധകനാണെന്ന് ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്. അയാൾ അവിടെ കൊണ്ടുവന്ന എക്കണോമിക് മാറ്റങ്ങൾ
അവിടെ പലതും ക്രിയേറ്റ് ചെയ്തു, അവിടെ എക്കോണമി മാറി. അത് റജി അംഗീകരിക്കുന്നോ ഇല്ലയോ? സാറേ, എനിക്ക് വളരെ വ്യക്തമായിട്ട് ഇതിന് കാര്യം പറയാം. സാർ ഈ പറഞ്ഞത് എക്കോണമി ബൂസ്റ്റ് ചെയ്തു, പിന്നെ ക്യാപിറ്റലിസ്റ്റ് അത് വഴിമാറിപ്പോയി. ആദ്യമേ പിന്നെ എന്താ പറയാ, ഒരു ജൂയിഷ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞ 2-3 രാഷ്ട്ര തലവരകൾ ഇയാളാണ്. പക്ഷേ പിന്നെ അവിടെ പട്ടിണിയിലേക്ക് ആഴ്ന്നു പോയ ഒരു ചെറിയ വിഭാഗമുണ്ട്. പ്രത്യേകിച്ച് എവിടെയാണെന്നറിയാമല്ലോ, അർജന്റീനയുടെ കടൽ തീരം. പക്ഷെ അവിടുത്തെ എക്കോണമി കഴിഞ്ഞ 1 വർഷം കൊണ്ട് മാറിയോ ഇല്ലയോ? മാറി എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു, യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ട ഒരു അപ്പൊ മാറിയതിന്റെ കാര്യം കമ്മ്യൂണിസം മാറി, പുള്ളിയെ പുതിയ പോളിസി അല്ല സാറേ. അവിടെ എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. ഒരു ഉള്ളവന്റെ കയ്യിലേക്ക് എല്ലാം ചെന്നിട്ട് ഇല്ലാത്തവൻ വീണ്ടും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പട്ടിണിക്ക് പോകുമ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു ഈക്വാലിറ്റി വർക്കൗട്ട് ചെയ്യുന്നത്? അതാണ് നമ്മളുള്ള വ്യത്യാസം. ബേസിക്കലി നമ്മൾ ചൈനയിലോട്ട് പോവാം. ചൈനയിൽ ഇപ്പോഴും കമ്മ്യൂണിസം വേണമുണ്ടായിരുന്നു എന്ന് റജി ഇപ്പോഴും ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് പറയുന്നത് കണ്ണു തുറന്ന് നോക്കിയാൽ, ഞാൻ ഓപ്പണായിട്ട് പറയും, ഞാൻ ഈ യാത്രകളൊക്കെ ചെയ്യുന്നതിൻ്റെ പേരിൽ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ടെക്നോളജി അപ്ലൈ ചെയ്യുന്ന, ഏറ്റവും ലേബർ ചീപ്പായിട്ടുള്ള, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉള്ള, ഏറ്റവും കൂടുതൽ ബുള്ളറ്റ് ട്രെയിനുകൾ ഓടുന്ന, ഏറ്റവും മനോഹരമായ റോഡുകൾ ഓടുന്ന ഒരു രാജ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് ഒരു പരിധി വരെ ഈ കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് സാറിന് പറയാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് കാരണം അല്ല, എന്ത് പറയും? അപ്പൊ ഡെങ് സിയാപിങ് എന്ന് പറയുന്ന 1980 അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റമല്ല കമ്മ്യൂണിസമായിരുന്നു അതിന്റെ കാരണം എന്ന് റജി വിശ്വസിക്കുന്നു. അല്ലല്ലേ, ഡെങ് സിയാപിങ്ങിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു, പാർട്ടിയോട് ഒരിക്കലും അധികാരത്തിൽ ഇരുന്നിട്ടില്ല. അദ്ദേഹം കൊണ്ടുവന്ന റീഫോം, സാമ്പത്തിക റീഫോം, അത് ബേസ് ആണെന്നുള്ള ഞാൻ അംഗീകരിക്കുന്നത്. കമ്മ്യൂണിസം അല്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ കമ്മ്യൂണിസം അല്ലാതിരിക്കുന്നു. ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് ഉദാഹരണം ഞാൻ കേരളത്തിൽ പോട്ടെ, ഇപ്പൊ ചൈന നമുക്ക് വീണ്ടും പോ. ഞാൻ ഈ പറയുന്ന ഡെങ് സിയാപിങ് കൊണ്ടുവന്ന റിഫോംസ്, അതിനുശേഷം ഇയാൾ ക്യാപിറ്റലിസ്റ്റ് രീതിയിലോട്ട് കുട്ടികളെ വിട്ട് പഠിപ്പിക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, ടെക്നോളജി കൊണ്ടുവരുന്നു, അമേരിക്കയുടെ സഹായം വാങ്ങുന്നു, ജപ്പാന്റെ സഹായം വാങ്ങുന്നു. എന്നിട്ട് അദ്ദേഹം തന്നെ തിരിച്ചുപോയി ആ രാജ്യത്ത് പറഞ്ഞു നമ്മളെ പഠിപ്പിച്ച കമ്മ്യൂണിസം അല്ല, തെറ്റാണ്. ഇപ്പൊ അത് താങ്കൾ വായിച്ചു കാണും. ഞാൻ വായിച്ചു. അപ്പൊ താങ്കൾ വീണ്ടും വിശ്വസിക്കുന്നു കമ്മ്യൂണിസം കൊണ്ടാണ് എനിക്ക് അതിന്റെ ബേസ് ഉണ്ടായി വിശ്വസിക്കുന്നു. എനിക്ക് വളരെ വ്യക്തമായ മറുപടി ഉണ്ട്. മാത്യൂസ് മനസ്സിലാക്കേണ്ടത് എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന ഒരാളെ എനിക്ക് വളരെ പ്ലീസ് ഓപ്പൺ മൈ മൈൻഡ്. കാർൽ മാർക്സ് പറഞ്ഞൊരു വാക്കുണ്ട്, മാറ്റമില്ലാത്തത് മാറ്റം എന്നുള്ള വാക്കിന് മാത്രമേ നമ്മളത് അതിലോട്ട് വരാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മാറ്റത്തെ ഉൾക്കൊള്ളുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവിടെ ഈക്വാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. വാട്ട് ഇസ് ദ പ്രോബ്ലം ഓവർ ദേർ? നമുക്ക് അതിലോട്ട് വരാം. ഈ കാർൽ മാർക്സിന്റെ സംബന്ധം വേറെ ടോപ്പിക്കിൽ സംസാരിക്കാം. എന്റെ ചോദ്യം, ഈ കമ്മ്യൂണിസമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പട്ടിണി എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. എഗ്രീഡ്, നോ പ്രോബ്ലം. ഗ്രൂപ്പ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഫെയിലിയർ ആയി. എഗ്രീഡ്. കാരണം ചരിത്രമായി ഇതൊക്കെ. കാരണം 2ാം ലോകമായത് അവിടുത്തെ പട്ടിണി കൊണ്ട് ആൾക്കാർ മരിച്ചു കൂട്ടുമായിരുന്നു. അവിടെയാണ് ഈ സൊല്യൂഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ ഇപ്പോഴും റെജി ലൂക്കോസ് എന്ന് പറഞ്ഞ എക്സ് അമേരിക്കൻ പാലാക്കാരനായ കാത്തലിക്സ് പാർട്ടി വിശ്വാസം വിശ്വസിക്കുന്നു ചൈനയിലെ ഡെവലപ്മെന്റ് കമ്മ്യൂണിസത്തിന്റെ ഭാഗമായിരുന്നു. അല്ല സാറേ, ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡിറ്റർമിനേഷനാണ് 2 രീതിയിൽ കണ്ടത്. അതായത് കാലത്തിനനുസരിച്ച് മാറുക എന്നൊരു ചിന്താഗതി ലോകത്തെ സംഭാവന ചെയ്തത് കമ്മ്യൂണിസമാണ്. ആ കമ്മ്യൂണിസത്തെ മാത്യുസ്വാമി സാറിനെ പോലുള്ള ഒരു നെഗറ്റീവായിട്ട് ആണെങ്കിൽ നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ചൈനയാണ്. ഞാൻ ചൈന യാത്ര ചെയ്യാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ട്, മുഴുവനൊന്നും പോയിട്ടില്ല. ആ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ നമ്മൾ കണ്ടുറന്ന് കണ്ടാൽ, ഒരു കാലത്ത് ജപ്പാനായിരുന്നു ഈ യാത്രാ കാര്യങ്ങളിൽ. ഇപ്പം 1961 മെയ് 1-ാം തീയതിയാണ് ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടോക്കിയോയിൽ നിന്നും ഒസാക്ക എന്നുള്ള സ്ഥലത്തേക്ക് ഓടുന്നത്, 525 കിലോമീറ്റർ. അതിനുശേഷം ഈ യാത്രാ സൗകര്യങ്ങൾ ഇന്ന് എവിടെയാണ്? അമേരിക്ക അല്ല, ചൈനയാണ്. ഞാൻ ചൈനയിൽ പോയിട്ടുണ്ട്. ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ കണ്ടിട്ടുണ്ട്. ചൈനയിലെ ബുള്ളറ്റ് ട്രെയിൻ കണ്ട് ഷെൻജൻ സിറ്റി പോയിട്ടുണ്ട്. അവിടുന്ന് ഹോങ്കോങ് അവിടെ നോക്കുവാണെങ്കിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പിന്നെ ബുള്ളറ്റ് ട്രെയിൻ ആയി. ഇനി മറ്റൊരു കാര്യം സാറിനോട് പറയാം, ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഹബ്ബ് എവിടെ? ഡബിൾ എഞ്ചിൻ ഇല്ലേ അവിടെ ഹബ്ബ്? ഓക്കെ, ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട്. എനിക്ക് അറിയണമല്ലോ എന്താണ് റജി പറയുന്നത്. നമുക്ക് റജി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. എന്താ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് പങ്കെടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സംഭവം, അടുത്തൊരു ടോപ്പിക്ക്. കേരളം കമ്മ്യൂണിസം കൊണ്ട് മാത്രമേ രക്ഷപ്പെടുത്തുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുണ്ടായ ഒരു ചരിത്രപരമായ മാറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായെന്ന് വെച്ചാൽ 1957 EMS നമ്പൂതിരിപ്പാട് അധികാരത്തിലേറുമ്പോൾ ഉള്ളവരും ഇല്ലാത്തതും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ ഭീകരമായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഭയങ്കര ഭീകരമായിരുന്നു. ഇവിടെ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു. ജോസഫ് മുണ്ടശ്ശേരി സാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ മാറ്റം,
ഇത് കേരളത്തിൻ്റെ വളർച്ച. ഇന്ന് ലോകത്തിലെവിടെ ഒരു മലയാളി അഭിമാനത്തോടുകൂടി യാത്ര ചെയ്യുമ്പോൾ അവൻ കമ്മ്യൂണിസ്റ്റ് വിരോധിയാണെങ്കിൽ പോലും ആ ഒരു റീഫോം ഓരോ വ്യക്തിയിലും കേരളത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കെതിരായിട്ട് വിദേശ സർവകലാശാലയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും കൊണ്ടുവരുന്ന കമ്മ്യൂണിസമാണോ അതോ കോൺഗ്രസ് ആണോ? ലെഫ്റ്റ് ആണോ, റൈറ്റ് ആണോ, ഫാർ റൈറ്റ് ആണോ? അല്ല, അതിനെക്കുറിച്ച് ആ ചോദ്യം വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യം. കാരണം കറണ്ട് അഫെയർ അത്. അന്ന് ഇവിടെ സ്വകാര്യ സർവകലാശാല അല്ലെങ്കിൽ വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ എന്നുള്ള സർവകലാശാലോ എഡ്യൂക്കേഷൻ സിസ്റ്റം കേരളത്തിൽ കൊണ്ടുവരുന്നതിനകത്ത് അന്നത്തെ കോൺഗ്രസ് സർക്കാർ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആ പോയിന്റ്സ് സാറൊന്നും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്ത് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, അവർ പറഞ്ഞിരിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റികൾക്ക് യാതൊരു കൺട്രോളും സ്റ്റേറ്റ് സർക്കാരില്ല. രണ്ടാമത്, വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി ഇപ്പോഴെന്ത് കൺട്രോളോ? ഇപ്പൊ തീർച്ചയായിട്ടും കൺട്രോൾ ഉണ്ട്. കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ മസ്റ്റാണ്. ഒരു ഈക്വാലിറ്റി എന്ന് പറഞ്ഞ സ്റ്റുഡൻസിന് കൊടുക്കുന്ന പരിഗണനകളിൽ മസ്റ്റ് ആയിട്ട് ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നൊരു വ്യവസ്ഥയിനകത്തുണ്ട്. ഈ പറയുന്ന റിസർവേഷന്റെ കാര്യം അല്ലല്ല, റിസർവേഷൻ അല്ല, നോട്ട് റിസർവേഷൻ. അതായത് ഇപ്പൊ സാർ ഉദ്ദേശിക്കുന്ന ഇപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് വരാൻ പോകുന്ന ഒരു ഔട്ട്സൈഡ് സ്വകാര്യ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. ഈ അടുത്ത കാലത്ത് ചില വാർത്തകൾ ചില ഫ്രണ്ട് പേജ് ലാൻഡിംഗ് പേജിൽ വന്ന പരിസ്ഥിതി അത് സാർ അറിയാലോ. അത് ഗവൺമെന്റ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നപ്പോൾ ഇതിനെ എതിർക്കാനുള്ള മുഖ്യ കാരണങ്ങളൊന്നാണ്. നമ്മളെപ്പോഴും ജനങ്ങളുമായിട്ട് ഇടപെട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാതെ കണ്ട് ഒരു ഭിന്ന സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഒരു വ്യവസ്ഥയോടും നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനം യോജിക്കാൻ പാടില്ല. അതിന് കൂടെ നമ്മൾ അറിയുന്നുണ്ട്. ഞാനൊരു കാര്യം തുറന്നു പറയാം, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാത്രമൊന്നുമല്ല നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് സർക്കാരും കേരളത്തിന്റെ നമ്മൾ ഈ ടോപ്പിലോട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഫോറിൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇപ്പോൾ പറയുന്നത്, റജി പറയുന്നത്, കേരളത്തിലെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബിൽ എന്ന് പറയുന്നത് അത്യാധുനികമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പണ്ട് പ്രീ ഡിഗ്രി ബോർഡും പ്ലസ് ടു പോലുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ? സിമ്പിൾ ക്വസ്റ്റ്യനാ, അതേപോലെയല്ലേ ഉള്ളൂ. അത് അങ്ങനെ പറയാൻ പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ പ്രീ ഡിഗ്രി ബോർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് സാറല്ലോ സാർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്വാശ്രയ കോളേജുകളുടെ വിഷയങ്ങൾ അല്ല, പ്ലസ് ടു എന്ന് പറഞ്ഞ പ്ലസ് ടു അത് ഞാൻ പറഞ്ഞത്. അതിന് അഡമൻ്റായിട്ട് അത് കൊണ്ടുവരാനായിട്ട് മുൻപിൽ നിന്നൊരാൾ TN ജേക്കബ്, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അക്കാര്യത്തിലെടുത്ത ചില നിലപാടുകളോട് എനിക്ക് യോജിപ്പില്ല. ഓക്കെ, അടുത്തൊരു ചോദ്യം നമുക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസ് വെരി, ആൻസർ ഈസ് വെരി ക്ലിയർ. LDF ഗവൺമെൻറ്റാണ് ഈ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും കൊണ്ടുവന്നത്. താങ്കൾ വിശ്വസിക്കുന്ന ആ പോളിസി, അതായത് MA ബേബി കൊണ്ടുവന്ന പോളിസി സക്സസ്ഫുൾ ആയിരുന്നു? ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആണ്. പിന്നെ എന്തുകൊണ്ട് ഇത്രയും എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചിട്ട്? അത് ഫില്ല് ചെയ്യണമെങ്കിൽ ഒരു മറുപടി കൂടെ വേണം. കാരണം ഇപ്പം ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും നമുക്കെല്ലാം അറിയാവുന്നൊരു ബോധ്യം പറയാം. നമ്മുടെ വിദ്യാർത്ഥികളിൽ അന്ന് നേഴ്സസ്, എൻജിനീയേഴ്സ്, മെഡിക്കൽ പ്രൊഫഷൻ, അപ്പം ആ രീതിയിലുള്ള ഇപ്പോൾ പാരാമെഡിക്കൽസ് ആണെങ്കിലും കേരളത്തിലൊരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലിമിറ്റഡാണ്, വളരെ അപൂർവം ഉണ്ടായിരുന്നത്. നമ്മളന്ന് നല്ല നേരി കണ്ടിട്ടുണ്ട്. കർണാടക, ഈ ആന്ധ്രാപ്രദേശ്, തൊഴുത്ത് പോലുള്ള, ഞാൻ അവിടെ പോയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ തമിഴ്നാട് പിന്നെ കുറച്ചുകൂടെ കുറവായിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ ഒരു ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഇല്ലാതെ അവിടെ പോയി പഠിച്ചിട്ടാണ് ഇവരെല്ലാം വന്നത്. അതിനൊരു മാറ്റം ഉണ്ടായത് സത്യസന്ധമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ എഞ്ചിനീയറിംഗ് കോളേജും അതുപോലെ മെഡിക്കൽ കോളേജുകൾ, സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, അതുപോലെ നേഴ്സസ്, ഇങ്ങനെയുള്ളതെല്ലാം വർദ്ധിപ്പിച്ച് ഇപ്പോഴും അതിന് പരിഹാരമൊന്നും ആയിട്ടില്ല. ഓക്കെ, അത് കേരളത്തിൽ നൽകിയ സംഭാവന എന്നാണ് സാർ? ആ സംഭാവന എന്ന് പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റം ഉണ്ടായി. വിദേശ മലയാളികൾ പെരുകാൻ കാരണം ആ വിദ്യാഭ്യാസ അടിത്തറയാണ്. നമ്മളെങ്ങനെ മറക്കുന്നത്? അടുത്ത ചോദ്യം സിമ്പിൾ ചോദ്യം. എന്തുകൊണ്ടാണ് കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 20% പോലും സീറ്റുകൾ ഫില്ലാത്തതിന്റെ കാര്യമില്ല? കാരണം ഇപ്പം വിദേശത്തേക്ക് ഉള്ളവർ പോകുന്നു. ഈ പറയുന്ന കർണാടക കുറവില്ല. അപ്പം കേരളത്തെക്കാളും ആൾക്കാർക്ക് എന്തുകൊണ്ട് കർണാടകയിൽ പോകുമ്പോൾ, കേരളം വിട്ട് പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ ഇവർക്ക് കിട്ടുന്ന, നമ്മൾ രണ്ടും വിദേശത്ത് പോയത് നമുക്കറിയാം, അതിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ്റെ അകത്തും ഭാഷയിലകത്തും വ്യത്യാസം ഉണ്ടെന്ന് റജി സമ്മതിച്ചോ ഇല്ലയോ? തീർച്ചയായിട്ടും സമ്മതിച്ചു. അതൊരു മാറ്റർ ചെയ്യുന്നോ ഇല്ലയോ? നോ ഡൗട്ട്. അതായത് ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ കുറഞ്ഞോ ഇല്ലയോ? സിമ്പിൾ ചോദ്യം, സിമ്പിൾ ആൻസർ. കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ സ്റ്റാൻഡേർഡിനേക്കാളും ഫാർ ബെറ്റർ ആണ് കേരളത്തിൽ വെളിയിൽ പഠിക്കുന്ന കുട്ടികൾ. എഗ്രീഡ് ഓർ നോട്ട്? അതിന് കാരണമുണ്ട്. എഗ്രീഡ് ഓർ നോട്ട്? 100% എഗ്രീഡ്. അതിന്റെ കാരണം താങ്കളുടെ പാർട്ടിയായ SFI ആണോ അല്ലയോ? ഒരിക്കലും അല്ല. താങ്കളുടെ പാർട്ടിയാണോ അല്ലയോ? ഒരിക്കലും അല്ല. പിന്നെ ആരായിരുന്നു? ഞാനാണോ നിങ്ങളാണോ? ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ ഉത്തരം. ഇവിടെ വിദ്യാഭ്യാസത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായിരുന്നു. എന്റെ ചോദ്യം അവിടുന്ന് പോയി. ഞാൻ പറയുന്നത്, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ സിമ്പിളാണ്.
കേരളത്തിൽ സംഭവിച്ചു. കേരളത്തിൽ എഡ്യൂക്കേഷൻ ഫ്ലോപ്പായി, അതായത് ഹയർ എഡ്യൂക്കേഷൻ. സാറേ, ഫ്ലോപ്പായി എന്ന് പറയാൻ പാടില്ല, അതിനൊരു കാരണമുണ്ട്. ഞാൻ പറയാം എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഒരു കേരളത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് MA ലിറ്ററേച്ചർ ആണെങ്കിലും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു കുട്ടിക്ക് പ്രോപ്പറായിട്ട് അവൻ്റെ CV എഴുതാൻ അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ എതിർക്കുമോ ഇല്ലയോ? ഞാൻ എതിർക്കില്ല. ഇത് കാരണം പറയാം. എന്താ കാര്യം? ഫോർ എക്സാമ്പിൾ, എൻ്റെ മോള് ഫാർമസിക്ക് പഠിച്ചത് ബാംഗ്ലൂരാണ്. എനിക്ക് ബാംഗ്ലൂരുമായിട്ട് നല്ല ബന്ധങ്ങളുള്ളതാണ്. എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് അവിടെയുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജിലാണ് പഠിച്ചത്. എൻ്റെ മോൾ ഇവിടെ പോകുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരുന്നു. അത് അവിടെ നല്ലൊരു സ്കൂളിൽ പഠിച്ചതിൻ്റെ പേരിൽ അത്യാവശ്യം ഹിന്ദി അറിയാമായിരുന്നു. ഇന്ന് എൻ്റെ മോളെ 8 ലാംഗ്വേജ് സംസാരിക്കും. കേരളത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ ഒരിക്കലും ആ കാലിബറില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ അതിനുള്ളൊരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ല. കാരണം ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം, നിങ്ങളൊരു CBSE സ്കൂളിൽ പോയാലും ഈ പഠിപ്പിക്കുന്ന ടോപ്പിക് ഒഴിച്ച് ബാക്കിയെല്ലാം മലയാളത്തിൽ സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ അതുകൊണ്ട് തന്നെ വെളിയിൽ പോയാൽ കോമ്പറ്റീറ്റീവ് ആയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്റെ ജിയെ ഞാൻ അതേ ചോദിച്ചോളൂ. അത് ഞാൻ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ ഫാക്കൽറ്റിയുടെ കാര്യം, ഇവിടുത്തെ സ്റ്റുഡൻസും ഇതിനകത്ത് കയറിയ റിസർവേഷൻ നിങ്ങളുടെ പാർട്ടിക്കാരും കൊണ്ട് വെച്ച അടിയുണ്ടാക്കി ഇതിനെ കോളമാക്കിയോ ഇല്ലയോ? അല്ല മാത്യു സാർ, അത് ഞങ്ങളുടെ പാർട്ടിനെ നിങ്ങൾ ബ്ലെയിം ചെയ്യുന്നത്. അതെന്തൊരു ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ് CPM തലയിൽ വെക്കുന്നത്? TP ശ്രീനിവാസനെ അന്ന് അടിച്ചവന് ഗവൺമെന്റ് ജോലി കൊടുത്തു. ഇന്ന് TP ശ്രീനിവാസൻ അന്ന് പറഞ്ഞ കാര്യം ഇന്നെടുത്ത് ഉപയോഗിക്കുന്നു. അതാണ് ഞാൻ പിന്നെ അങ്ങയോട് നേരത്തെ തന്നെ പറഞ്ഞത്. മാറ്റം എന്ന് പറയുന്നത് ആ വാക്കിന് മാത്രമേ ഇല്ലായുള്ളൂ. അത് ലോകത്തിനോട് പറഞ്ഞത് കാരൽ മാർക്സാ. കാലാനുസൃതമായ മാറ്റങ്ങൾ ഏത് രാഷ്ട്രീയ കക്ഷികളിലും ഇല്ല എങ്കിൽ അത് ഔട്ട്ഡേറ്റഡ് ആയി പോകും. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പൊ ഔട്ട്ഡേറ്റഡ് ആകുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ വിശ്വസിക്കുന്നത്? നമ്മൾ എന്തായാലും ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ അതുകൊണ്ടല്ലോ. ഞാനൊരു പൊളിറ്റീഷ്യനാ. എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? അവർ ഔട്ട്ഡേറ്റഡാ. ഓക്കെ, ഫൈൻ, ഗ്രേറ്റ്. ഓക്കെ, എൻ്റെ അടുത്ത ചോദ്യം. മാർപ്പാപ്പയുടെ പുതിയ ആശയങ്ങളുണ്ട്. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ തുറന്നു കൊടുക്കുക റെഫ്യൂജീസിന്. താങ്കൾ യോജിക്കുന്നോ ഇല്ലയോ? എനിക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ തുറന്നു കൊടുക്കുന്നതിനോട് വിയോജിപ്പുള്ളതാണ്. അതിന് എൻ്റെതായ കാരണങ്ങളുണ്ട്. ഭാഗ്യവശാൽ എനിക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്ത് യാത്ര ചെയ്യാൻ, പലതവണ യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുള്ള. അതിന്റെ ക്വാളിറ്റി പോയില്ലയോ? അതിന്റെ ക്വാളിറ്റി പോയോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ അവിടെ സെക്യൂരിറ്റി പോയോ ഇല്ല. സാറേ, ഞാൻ കാണുന്നത് വേറൊരു ആംഗിളില്ല. അതായത് ഇപ്പൊ നമ്മള് ഇംഗ്ലണ്ടിൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പേ ഇരിക്കുവാണെങ്കിൽ, ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞൊരു ഫ്രീ ലാൻഡ് ആയിരുന്നു. സാറിന് അറിയാമല്ലോ. ആ ഫ്രീ ലാൻഡ് നമുക്കൊരു പോലീസുകാരോടെ കാണാൻ പറ്റത്തില്ല. ഞാൻ ഈ അടുത്ത ദിവസം തന്നെ പോലീസ് ഇല്ലാത്ത രാജ്യത്തും പറഞ്ഞൊരു സത്യം റിയാലിറ്റി കിട്ടാ. നിങ്ങൾ എന്ത് ചെയ്താൽ, എനിക്ക് ഭാഗ്യവശാൽ UK പലതവണ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. UK നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ പോലെയാണ്. കേരളത്തിൽ ഇത്രയും പോലീസില്ല. എന്താണ് കാരണം? അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഏഷ്യൻസ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരും മലയാളി ആൾക്കാർക്ക് വളരെ ഇന്നസെന്റാ. ചെന്നിട്ട് ഈ മതപരമായ കാര്യങ്ങളിൽ ഭ്രാന്തോടുക, റോഡിലൂടെ പ്രകടനം നയിക്കുക, ഇതെല്ലാം നയിച്ചപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരോട് ജീവിക്കുന്നവർക്കറിയാം, അവരൊരു നിശബ്ദത ഇഷ്ടപ്പെടുന്നവരാ. അവർക്ക് ഈ ബഹളമായ രീതിയിലുള്ള ഒന്നിനോട് താല്പര്യമില്ല. പ്രൈവസി അവർ ഇഷ്ടപ്പെടുന്നവരാ. അവിടെ ഈ റോഡിൽ കയറി ബഹളം ഉണ്ടാക്കി ഈ പ്രകടനം എല്ലാം നയിച്ച് അലമ്പാക്കി ഈ റെഫ്യൂജീസ് ആയിട്ട് വരുന്നവരൊക്കെ അവിടെ കയറി ആ രാജ്യത്തുള്ളവരോട് നീ വെളിയിൽ പോകണമെന്ന് പറയുന്നൊരു സാഹചര്യം വന്നപ്പോൾ അവിടെ ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ആയി. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ജർമ്മനിയെയും ഫ്രാൻസ് പോലുള്ള. സ്വീഡൻ എന്ന് പറയുന്ന മനോഹര രാജ്യം എന്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും ലിബറലായ രാജ്യമാണ്. സ്റ്റോക്ക്ഹോമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ. ഒന്നാമത് തന്നെ അവർക്ക് വളരെ വാല്യൂബിളാ. ഇപ്പം പിന്നെ അങ്ങേക്ക് അവിടെ വിശ്വാസി അല്ലെന്ന് ഉറക്കെ പറയാം, വിശ്വാസിയാണെന്ന് ഉറക്കെ പറയാം. ഫ്രീഡം അങ്ങേ അവിടെ ഇരുന്നുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഒരു ചെറിയൊരു മൈക്കും ഒരു ചെറിയൊരു ലൗഡ് സ്പീക്കറുമായിട്ട് വന്നുകൊണ്ട് അങ്ങയുടെ ആശയങ്ങൾ പറയാം. ആരും ക്വസ്റ്റ്യൻ ചെയ്തില്ല. കാരണം ദേ ആർ വെരി ഫ്രീ പീപ്പിൾ. പക്ഷെ ഇന്ന് അത് സാധിക്കത്തില്ല അവിടെ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ കഴിഞ്ഞ ക്രിസ്മസിനുണ്ടായ സംഭവം എന്താ? ഹൊറിബിൾ ഇൻസിഡന്റ്. അത്തരം കാര്യങ്ങളോടൊന്നും ഞാൻ ഏത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ചോദിക്കത്തില്ല. എന്നോർത്തുകൊണ്ട് ഒരു സമുദായത്തിനെ ആക്ഷേപിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറുമില്ല. ഒരു സമൂഹം ലോകത്തിലെ എല്ലാ സമൂഹത്തിലും പ്രശ്നങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ല, മുസ്ലിം ഉള്ളത് ഞാനൊരു ഉദാഹരണം പറയാം. പ്രിയടനം ഉണ്ടായില്ല. മുസ്ലിം പ്രകടനം ആർക്ക്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുസ്ലിം പ്രകടനമുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് എന്താ? ഇപ്പം എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് പിണറായി വിജയൻ പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജമാഅത്തെ ഇസ്ലാമി SDP ആയിട്ട് കൂട്ടുകൂടുന്നു എന്ന് പറഞ്ഞപ്പം ഇപ്പൊ ഈ അടുത്ത് വന്നിരിക്കുന്ന നരേഷ് എന്ന് പറഞ്ഞ പിണറായി അങ്ങനെ പറഞ്ഞത് മുസ്ലിമിനെതിരാണെന്ന് പറയുന്നു. അത് കാലങ്ങളായിട്ട് ഇങ്ങനെ വരുന്ന തന്ത്രങ്ങൾ, അതിലൊന്നും ഒരു കാര്യമില്ല. അല്ല, ഈ SDP ആയിട്ടൊക്കെ ഇല്ല അലയൻസ് ഉണ്ടാക്കാൻ അവർ കൂടെ മദനിയുടെ സ്റ്റേജിലിരുന്ന് പ്രസംഗിച്ചതൊക്കെ റെജിയുടെ സഖാക്കളാ. റെജി മാത്യു സാർ, നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല.
അതിനേക്കാളും കൂടുതലായിട്ട് മതവർഗീയതയ്ക്കും മതപരമായ ഭിന്നതയ്ക്ക് ശ്രമിച്ച ഇന്ത്യയിലെ ഒന്നാമത്തെ രാഷ്ട്രീയ കക്ഷി, ഞാൻ തെളിവ് ചെയ്തവളെ ടാർഗറ്റഡ് അല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഒന്നാം സ്ഥാനത്ത് വന്ന് ഈ ഇതുങ്ങളെല്ലാം കൂടെ വന്ന് ഭരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഏറ്റവും കൂടുതൽ ചാനലിൽ പറഞ്ഞ ആളാണ്. പക്ഷേ അത്രയ്ക്ക് ഡാമേജ് ഒന്നും കേരളത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയും ചെയ്തിട്ടില്ല. ദാറ്റ് ഇസ് ഫാക്ട്. അത് ചിന്തിക്കുന്നതറിയാം. ഞാൻ അടമൻ്റായ ചിന്തിക്കുന്ന ഒരാളല്ല, മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഡിബേറ്റുകൾ കഴിഞ്ഞ 11 വർഷമായിട്ട് കാണുന്ന ഏതൊരു വ്യക്തിക്കറിയാം. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരിക്കലും ഒരു കമ്മ്യൂണൽ പോളറേഷൻ വന്നാൽ നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ ഈക്വാലിറ്റി നഷ്ടപ്പെട്ടു പോകും. ദർ ഇസ് നോട്ട് എ. അതിനു വേണ്ടി പലരും ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അത് നടക്കുകയില്ല. ഉദാഹരണം സാറിനോട് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അല്ല, ഈ കഴിഞ്ഞ ദിവസം പാലാ ഡയോസിസിൽ ഒരു വാർത്ത വന്നു. ഇന്നലെയാണ് ആ വാർത്ത പുറത്തു വന്നത്. സത്യം കണ്ടത് അത് കണ്ടെങ്കിൽ അത് വീഡിയോ കണ്ട് എനിക്കൊന്നുകൂടി ഒരു അയച്ചു കണ്ടപ്പോൾ എനിക്കും തോന്നി ഇത് വളരെ മോശമാണെന്ന്. അപ്പോൾ എല്ലാം ശിവമയം എന്ന് മാത്രം എഴുതി ഞാൻ, എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയാത്തത് അറിയുന്നെങ്കിൽ പോലും ഞാൻ ഇട്ടു. അത് അതിനകത്തൊരു വേറൊന്നുമില്ല. ഞാനത് കഴിഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട പലരോടും വിളിച്ചു. കൂടാതെ കണ്ട് പാലായൻ്റെ ബേസ് ആണല്ലോ. എൻ്റെ പല സുഹൃത്തുക്കളെയും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് റിയാലിറ്റി എന്ന് പറയുമോ, അവിടെ മാതൃക കാണിച്ചത് പാലാ രൂപതയാണ്. കാരണം ഈ ശിവലിംഗവും അതുപോലെയുള്ള വിഗ്രഹങ്ങളും അവിടുന്ന് ഈ കപ്പയിടാൻ സമയത്ത് അവർ ഇപ്പം ആരും പോയി കിടക്കൊന്നുമില്ല, എല്ലാം ജെസിബിയിലാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ കൃഷി വ്യാപകമായിട്ടുണ്ട്. അവർ മാന്തിയപ്പം അതിനകത്തൊരു ശിവലിംഗം വന്നു, ഒരു വിഗ്രഹം പോലെ സാധനം വന്നു. അപ്പോൾ അവരോടത്തെ അച്ഛനോട് കാര്യം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു വെയിറ്റ്. അച്ഛൻ രൂപത ചെന്ന് അവരോടെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. വളരെ മാന്യമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറ്റിയിടാമെന്നും പറഞ്ഞില്ല. അവിടെ ഒരു മുമ്പ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുള്ളവരെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രായം എന്നവർക്കും അറിയാം. ചെറിയ അത് ക്ഷയിച്ചില്ലാതായിപ്പോയി. അതെല്ലാം കഴിഞ്ഞ് 1/2 നൂറ്റാണ്ടിന് മുമ്പാണ് ഈ പാലാരൂപത വാങ്ങിക്കുന്നത്, സ്ഥലം വാങ്ങിക്കുന്നത്. സ്വാഭാവികം. സംഭവിച്ചെന്താണ്, അവർ പാലാരൂപതയിലെ അധികാരികൾ നേരെ അവിടുത്തെ വെള്ളാപ്പാട് എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ വിളിച്ചു. അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഞങ്ങളുടെ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്, മറച്ചു വെച്ചില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങ് വരാമെന്ന് പറഞ്ഞ് അവൻ്റെ ഭാരവാഹികൾ വന്നു, സംസാരിച്ചു. അപ്പോൾ രൂപതാധികാരിയോട് പറഞ്ഞു 2 കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ഈ വിഗ്രഹങ്ങൾ ചെയ്യുക, നിങ്ങളുടെ വിശ്വാസമാണ് അത് ചെയ്യുക. അതല്ല എങ്കിൽ ഈ സ്ഥലം നിങ്ങൾക്ക് വേണം, അവിടെ തന്നെ പ്രതിഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ സ്ഥലം വിട്ടുതരാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വെറുതെ കൊടുക്കുന്നത് വേറെ നെഗറ്റീവ് ആകും. അപ്പോൾ അതിൻ്റെ എന്താണോ പൈസ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അവരും വളരെ ഹാപ്പി. ഇത് ആര് ചെയ്യും വിട്ടുവീഴ്ച? വേണമെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാം. അതിനെയാണ് അവിടെ വിഗ്രഹത്തിൻ്റെ മുകളിൽ കൊണ്ട് പ്രതിഷ്ഠ വെച്ച്, അല്ല അവിടെ വെച്ചു, അവിടെ അതാണ് ഇതാണെന്ന് പറഞ്ഞ ചില കുൽസിത ബുദ്ധികളോട് ഒരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു. ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ മുഴുവൻ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കെട്ടകാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അല്ല, അതിന് കാരണക്കാരെ ഒറ്റപ്പെടുത്തുക എന്നുള്ള CPM-ന്റെ കടമയല്ലേ? അല്ല, ഞങ്ങളത് പ്രതികരിച്ചല്ലോ. CPM-ന്റെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ ഏതെങ്കിലും വക്താവ് ഇതിനെ ഏറ്റുപിടിച്ചെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് ധൈര്യപൂർവ്വം ഞാൻ ഈ വസ്തുത പറഞ്ഞത്? കാരണം സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ആരും ശ്രമിച്ചാൽ അതിനൊരു വർഗീയ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കി, പിന്നെ അതിനെ എന്താ പറയുക, വിഗ്രഹം എന്തൊക്കെയാണ് നമ്മുടെ പുറത്ത് വന്നത്. ഇന്നൊരു വാർത്തയിൽ സാർ ശ്രദ്ധിച്ചു, ഇന്നലത്തിലൂടെ തീർന്നുപോയി. 4 ദിവസം കഴിഞ്ഞിട്ട് മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവരെല്ലാം അറിഞ്ഞ് ഇന്നലെ, അതിനു മുമ്പ് തന്നെ സെറ്റിലായി കഴിഞ്ഞു. ദർ ഇസ് നോ പ്രോബ്ലം ആക്ച്വലി. ഒള്ളി ഈ സ്പ്ലിറ്റിന് വേണ്ടി മുതലെടുക്കാൻ വന്നതാണ്. എനിക്കത് തുറന്നു പറഞ്ഞതിന് യാതൊരു മടിയില്ല. കാരണം ഞാൻ ഒരു കാര്യമായ മതവിശ്വാസിയൊന്നുമില്ല. പക്ഷേ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ആര് മുതലെടുത്താലും ഞാൻ ആ കാര്യത്തിൽ ഈ പാലാ ഡയോസിസിന് ബിഗ് സല്യൂട്ട് കൊടുക്കുക. അവരാ ഒരു തുറന്ന മനസ്സ് കാണിച്ചില്ല, ആ ഒരു മതസൗഹാർദ്ദം ഒരു കാണിച്ചില്ലേ. ആ പാലായ്ക്ക് വേറെ പ്രത്യേകത ഉണ്ട്. അവിടെ ഞാൻ പറയാം, സാറിന് എന്തെങ്കിലും അറിയാമായിരിക്കും, പാല ഭയങ്കരമായി സെക്യുലറായ സ്ഥലമാണ്. പാലയിലെ ചാന്മാർ നല്ല ഡ്രസ്സ് ഇട്ട് നടക്കും, അവർ വൈകുന്നേരങ്ങളിൽ ആസ്വദിക്കും. പക്ഷേ ഭയങ്കരമായ രീതിയിലുള്ളൊരു സെക്യുലറിസം നിലനിൽക്കുന്ന സ്ഥലമാണ് പാല. അതിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ കുരിശ ബുദ്ധികൾക്കെതിരെ സംസാരിക്കുക എന്നുള്ള എന്നെ പോലുള്ള ഇടതുപക്ഷക്കാരുടെ ബാധ്യത ഞാനിന്ന് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ നല്ലൊരു ടോക്കായിരുന്നു. അതായത് കമ്മ്യൂണിസം, ഇന്ത്യ, അതേപോലെ ലോകത്ത് ഗ്ലോബലായിട്ടുള്ള വിഷയത്തെ പറ്റി റജിയുടെ രീതിയിലുള്ള പാർട്ടി ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് സമർത്ഥിക്കാൻ ശ്രമിച്ചു. വീണ്ടും ഇതേപോലെ റജിയുമായിട്ട് വീണ്ടും ഒരു ടോക്സിന് വേണ്ടി നമുക്ക് കാണാം. നന്ദി. താങ്ക് യു സോ മച്ച് സാർ. വെരി പ്ലസന്റ്.